warahmatullahi wabarakatuh. Alhamdulillah. Alhamdulillah rabbil alamin wassalatu wassalamu ala rasulihil amin wa ala alihi wa sahbihi ajma'in wa ala man ittaba'al huda ila yaumiddin. അല്ലാഹുവേ, നിങ്ങളെ എല്ലാവരെയും നിനക്ക് കുമാറാണ്. സലാം മുഴുവൻ പറഞ്ഞാൽ അപ്പോ പിന്നെ എന്താണ് കൂട്ടി പറയുക? അല്ലാഹു സുബ്ഹാനഹു വ തആല അരുളി സൂറത്തുൻ നിസാ 86-ാമത്തെ ആയത്ത്, വഇദാ ഖയ്യിതും ബിതഹിയ്യത്തിൻ, സലാം കിട്ടിയാൽ ഫഹയ്യു ബി അഹ്സന മിൻഹാ, അതിനേക്കാൾ നന്നായി നിങ്ങൾ തിരിച്ച് സലാം പറയണം. ഔ റുദ്ദൂഹ ബിമിസ്ലിഹാ, അല്ലെങ്കിൽ അത്ര തന്നെ എങ്കിലും മടക്കണം. ഇന്നല്ലാഹ അലാ കുല്ലി ശൈഇൻ ഹസീബ, അല്ലാഹു എല്ലാ കണക്കാക്കുന്നവനാണ് എന്ന്. അപ്പോ ഒരാള് സലാം മടക്കിയപ്പോ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് പറഞ്ഞതിന് മടക്കിയപ്പോ കുറച്ച് കൂട്ടി പറഞ്ഞു. അപ്പോ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, സലാം യൻതഹി ഇലൽ ബറക, ബറക്കത്തിന്റെ അവിടെ സലാം അവസാനിക്കുന്നു എന്ന്. അപ്പോ ഒരാള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന് സലാം പറഞ്ഞു, അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു. അപ്പൊ അതിന് മടക്കിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു 10 എന്ന്. വേറൊരാള് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറഞ്ഞു. അപ്പോ മടക്കിയിട്ട് 20 എന്ന് പറഞ്ഞു. അപ്പൊ ബറകാത്തുഹു കൂടി പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ തന്നെ മടക്കിയിട്ട് 30 എന്ന് പറഞ്ഞു. തിർമിദിയിലെ 2689-ാമത്തെ ഹദീസ്. അപ്പോൾ അത്ര മാത്രമേ മടക്കേണ്ടതുള്ളൂ എന്നർത്ഥം. അതിനിപ്പുറം പറഞ്ഞാൽ കൂട്ടി പറയുക. ബറകാത്തുഹു പറഞ്ഞാൽ ബറകാത്തുഹു മാത്രം പറഞ്ഞാൽ മതിയാവും. അയ്യുൽ ഇസ്ലാം ഖൈർ, ഏറ്റവും നല്ല ഇസ്ലാം ഏതാണ് എന്ന് ചോദിച്ചതിന് ഒരിക്കൽ നബി പറഞ്ഞത് ബുഖാരിയിലെ 12-ാമത്തെ ഹദീസ്, ഭക്ഷണം കൊടുക്കുക, പിന്നെ സലാം പറയുക. സ്നേഹം അങ്ങോട്ടും ഇങ്ങോട്ടും പരക്കാനും പ്രചരിപ്പിക്കാനുമുള്ള മാർഗമായി പറഞ്ഞത് മുസ്ലിമിലെ 84-ാമത്തെ ഹദീസിൽ കാണാം. എന്ത്? അഫ്ശുസ്സലാമ ബൈനക്കും, സലാം നടക്കും. മടുപ്പില്ലാത്ത രീതിയിൽ സലാം പറയുക. ഒരു രണ്ടാളിങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു മരത്തിന്റെ അപ്പുറത്തേക്ക് ഒരാൾ ഇപ്പുറത്തേക്ക് ഒരാൾ വന്നാൽ പോലും സലാം പറയുക എന്നതാണ് അബൂദാവൂദിലെ 5200-ാമത്തെ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. രണ്ടാൾ തമ്മിൽ കണ്ടുപിടിച്ചാണ്, രണ്ടാളെ ഒരേ പ്രായമാണ് ഏതാണ്ട്. മുപ്പളമുണ്ടാകുമ്പോൾ ആദ്യം ഇളയാൾ സലാം പറയണം നമുക്കറിയാം. അപ്പോ അങ്ങനെയാകുമ്പോൾ ആര് സലാം പറയണം? അപ്പൊ ആദ്യം ആരാണ് പറയുന്നത്? അവർ ഔലാഹും ബില്ല, അവരാണ് അള്ളാഹുമായി കൂടുതൽ അടുത്തത് എന്ന് തിർമിദിയിലെ 2694-ാമത്തെ ഹദീസിൽ കാണാം. അപ്പോ കൈ കൊടുത്താൽ പിരിയനിന് മുമ്പ് അവർക്ക് അള്ളാഹു എല്ലാം പുറത്തു കൊടുക്കും എന്നാണ് തിർമിദിയിലെ 2727-ാമത്തെ ഹദീസിൽ ഉള്ളത്. ചില ആൾക്കാരൊക്കെ പൊതുവെ സലാം പറയും, വീട്ടിൽ കയറുമ്പോ അങ്ങനെ സലാം പറയില്ല പറയും, അല്ലെങ്കിൽ ബെല്ലടിക്കും. എന്നാൽ സല്ലിം അല അഹ്ലിക്, എന്റെ വീട്ടുകാർക്ക് നീ സലാം പറയും. തൊക്കുൻ ബറക്കത്തൻ അലൈക വഅല അഹ്ലിക, അഹ്ലി ബൈതിക, വീട്ടുകാർക്കും എന്റെ വീട്ടുകാർക്കും അത് ബർക്കത്തായി മാറുമെന്ന് തിർമിദിയിലെ 2696-ാമത്തെ ഹദീസിൽ കാണാം. അള്ളാഹുവിന്റെ ഉത്തരവാദിത്വത്തിലാകും സലാം പറയുന്ന ആൾ. ദഖല ബൈതഹു ബിസ്സലാം, അബൂദാവൂദിലെ 2494-ാമത്തെ ഹദീസിൽ കാണാം. അപ്പോ ഈ നിയമങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ പാലിച്ചുകൊണ്ട് നമുക്ക് ഉഷാറായി സലാം പറയുകയും സലാം മടക്കുകയൊക്കെ ചെയ്യുക, കൂട്ടിപ്പറയുക. ഏറ്റവും ഉന്നതമായ അതിന്റെ രീതി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് പറയുക. എന്നാൽ നിർബന്ധമല്ല, അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാലും സലാമായി. ഒരാള് ചോദിക്കുകയാണ്, അസ്സലാമു അലൈക്കും എന്ന് പറയുന്നതിൽ ഇത് ആരോടാണെന്നും പറഞ്ഞിട്ടില്ലല്ലോ, അള്ളാഹുവിനോടാണെന്നും പറഞ്ഞിട്ടില്ലല്ലോ എന്ന് ചോദിച്ചു. അപ്പോഴാണ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹുവിന്റെ പ്രസക്തി മുഴുവൻ പറയുമ്പോൾ എല്ലാവർക്കും മനസ്സിലാകും. അല്ലെങ്കിലും സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞാലും, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് എന്ന് പറഞ്ഞാലും, അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാലും അതെല്ലാം അള്ളാഹുവിനുള്ള പ്രാർത്ഥന തന്നെയാണ്. അള്ളാഹുവെ അനുഗ്രഹിക്കണം, എല്ലാ നല്ല കാര്യങ്ങളും കൂടുതലായി ചെയ്യാനും നന്നാക്കി ചെയ്യാനും അള്ളാഹുവെ നിങ്ങൾക്ക് അനുഗ്രഹം വരണം.
രോഗികളായി സദസ്സിലും വീടുകളിലും ആശുപത്രികളിലുമുള്ളവർക്ക് അള്ളാഹുവെ ശിഫ നൽകാം. മരിച്ചുപോയ സത്യവിശ്വാസികൾക്ക് സ്വർഗം നൽകി അനുഗ്രഹിക്കണം. اللهم إنا نسألك الجنة ونعوذ بك من النار. اللهم إنا نسألك الجنة ونعوذ بك من النار. اللهم إنا نسألك الجنة ونعوذ بك من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. والحمد لله رب العالمين وصلى الله على خاتم الأنبياء والمرسلين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.